ഇന്ന് പത്രവിശേഷങ്ങളുമായി എനിക്കിപ്പോൾ ഉള്ളത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. മേപ്പാടി കള്ളാടിയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. അതുകൊണ്ട് ഓരോ തലക്കെട്ടുകളും സാധാരണ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പത്രങ്ങളിലുള്ള തലക്കെട്ടുകൾ കൊണ്ട് തന്നെ ആ വാർത്തയെ മുഴുവൻ സംഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിൽ പത്രങ്ങൾ ആ തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാറുണ്ട്. ആ തരത്തിലാണ് ഓരോ ഹെഡ്ലൈനുകളും. മനോരമയുടെ ഹെഡ്ലൈൻ മൺകുരുതി എന്നാണ്. വയനാട് കള്ളാടി തുരങ്കപാതാമുഖത്ത് മണ്ണിടിച്ചിൽ, അനാസ്ഥ കവർന്നത് 3 പ്രാണൻ, സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിച്ച് തുരങ്ക നിർമ്മാണം എന്ന്, അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ട ആളുകളുടെ ഒക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്താണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വാർത്താ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്താണ്. പക്ഷേ മൺകുരുതി എന്ന വാക്കുകൊണ്ട് അതിനെ കുറേ കൂടി വലിപ്പം, ആ വാർത്ത എന്താണെന്നത് അല്ലെങ്കിൽ വായിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മനോരമയുടെ ഹെഡ്ലൈൻ. ഉള്ളിടിഞ്ഞു എന്നാണ് മാതൃഭൂമി ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ നോവുണങ്ങും മുൻപ് വയനാട്ടിലെ കള്ളാടിയിൽ മണ്ണിടിച്ചിൽ എന്നാണ്. ചൊവ്വാഴ്ച 11 മണിക്കാണ് ഒരു കൈ, മണ്ണിനടിയിൽപ്പെട്ട ഒരാളുടെ കൈ, രക്ഷാപ്രവർത്തകൻ്റെ കയ്യിലേക്ക് വരുന്ന ഒരു കൈ പിടിച്ച ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. 3 പേർ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു, 5 പേരെ കാണാതായി. ഇടിഞ്ഞിറങ്ങിയ മണ്ണ് മീനാക്ഷി പാലം കടന്ന് കുത്തിയൊലിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമിയും ആ വാർത്ത ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അതിൻ്റെ വാർത്തയുടെ ആംഗിളുകൾ മാറുന്നത് നമുക്ക് അടുത്ത പത്രത്തിലേക്ക് വരുമ്പോൾ കാണാം. മാധ്യമത്തിൽ വരുമ്പോൾ അത് മൺവീഴ്ച എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണം, മലയിടിഞ്ഞ് 3 മരണം. തുരങ്കപാതയ്ക്കായി എടുത്ത മണ്ണിനൊപ്പം മലയിടിഞ്ഞ് അതിഥി തൊഴിലാളികളുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു മാധ്യമം. അതിനെ മൺവീഴ്ച എന്നാണ്. അതിലൊരു വീഴ്ചയുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മണ്ണ് അവിടെ കൊണ്ടുവന്നിട്ടതിലൊരു വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ആ വാർത്തയെ ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കേരള കൗമുദി ആകുമ്പോൾ അതിന് കണ്ണീരായി കള്ളാടി എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിനൊരു പ്രാസം ഒപ്പിച്ച് കണ്ണീരായി കള്ളാടി എന്ന് പറയുന്നു. മറ്റ് നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള വാർത്തകളെല്ലാം ചേർത്തുകൊണ്ടാണ്. ചെടിയിൽ വീണ അവളെ ഞാൻ എടുത്തുയർത്തി എന്ന് ഞെട്ടലിൽ ബൽരാജും കുടമ്മാളും ഇന്നലെ അവർ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. ഇന്നലെ അതിൽ നിന്ന് രക്ഷപ്പെട്ട 2 ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. വളരെ സ്ട്രെയിറ്റായി ദീപിക ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വരുത്തിവെച്ച ദുരന്തം എന്നാണ് ദീപിക ഇതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിഞ്ഞ് 3 മരണം, 5 പേരെ കാണാതായി. സുരക്ഷാ നടപടികൾ അവഗണിച്ചു, മണ്ണ് കൂട്ടിയിട്ടത് അശാസ്ത്രീയമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ദീപിക വരുത്തിവെച്ച ദുരന്തം എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുക്കുന്നത്. ചന്ദ്രികയിലേക്ക് വരുമ്പോൾ ചന്ദ്രിക പൊളിറ്റിക്കലി തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ദുരന്തപാത എന്നാണ് പറയുന്നത്. ഈ വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായി, അത് ദുരന്തപാതയാണ്, അവിടെ ഉണ്ടാക്കാൻ പോകുന്ന തുരങ്കപാത ദുരന്തപാതയാണ് എന്ന് ചന്ദ്രിക വളരെ സ്ട്രെയിറ്റായി അവർ അതിൻ്റെ പൊളിറ്റിക്സ് തന്നെ വെച്ചുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ജനയുഗത്തിലേക്ക് വരുമ്പോൾ ജനയുഗം മറ്റൊരു വാർത്ത അതിൽ പറയുന്നുണ്ട്. കരാറുകാരെ പഴിചാരി സർക്കാർ, ഭരണ സംവിധാനങ്ങൾ 17 ദിവസം കണ്ണടച്ചു എന്നൊരു വാർത്ത ജനയുഗത്തിൽ ഉണ്ട്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുഖത്ത് കരാറുകാരെ പഴിചാരി സർക്കാർ, മനുഷ്യനിർമ്മിത ദുരന്തമെന്നും കരാർ കമ്പനിയുടെ വീഴ്ചയുമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും വാദിക്കുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് കരാറുകാരോട് നിർദ്ദേശിച്ചു വരുന്നുവെന്നും അത് പാലിച്ചില്ലെന്നും സർക്കാർ പറയുന്നു. എന്നാൽ 3 ദിവസമായ അതിശക്തമായ മഴ പെയ്തിട്ടും പ്രദേശത്ത് പരിശോധന നടത്തുകയോ നിർദ്ദേശങ്ങൾ പാലിച്ചെന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തിയെന്നാണ് ജനയുഗം ഒന്നാമത്തെ പേജിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് തൊട്ട് മുൻപ് മനീഷ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അത് അർജൻറ്റീനയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ്. മിശിഹായെ എന്നാണ് മാതൃഭൂമി അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അവിശ്വസനീയം അർജൻറ്റീനയുടെ തിരിച്ചുവരവ് എന്നാണ്. 14 മിനിറ്റിനിടെ 3 ഗോളുകൾ നേടി എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനോരമ പക്ഷേ അർജൻറ്റീനയുടെ വിജയമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പരാജയമാണ്, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പോർച്ചുഗൽ ടീം തോറ്റതുമായി ബന്ധപ്പെട്ടാണ് ബൈ CR7 എന്ന ഒരു കുറച്ചുകൂടി നന്ദിയോടുകൂടി അദ്ദേഹത്തെ ഓർക്കുന്ന തരത്തിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പിൽ നിന്ന് പടിയിറങ്ങി എന്നുള്ള ഒരു കാര്യം ഒന്നാമത്തെ പേജിൽ തന്നെ ബൈ CR7 എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മെസ്സിക്ക് പകരം റൊണാൾഡോ ഒന്നാമത്തെ പേജിൽ പ്ലേസ് ചെയ്യുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി മറ്റു കുറച്ച് വാർത്തകൾ കൂടി നോക്കിയാൽ അതിൽ ഒന്ന് കേരള കൗമുദിയിലെ ഒരു വാർത്തയാണ്. കേരള കൗമുദി
വാർത്തയിൽ പറയുന്നത് അവരുടെ മൂന്നാമത്തെ പേജിലാണ്. അതും ഒന്നാമത്തെ പേജായി തന്നെ പരിഗണിച്ച് തന്നെയാണ് ഇന്ന് കേരള കൗമുദി പേജിൽ ലേഔട്ട് ചെയ്തിരിക്കുന്നത്. PSCയിൽ യോഗ്യതാ തട്ടിപ്പും എന്നുള്ളതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയുടെ യോഗ്യതയിൽ അട്ടിമറി. PSCയിൽ പരീക്ഷാ ക്രമക്കേട് വിവാദത്തിനിടെ പിന്നാലെ യോഗ്യതയുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധ നിയമന നീക്കവും നടക്കുന്നതായി ആക്ഷേപം ഉയർന്നു എന്നുള്ള വാർത്തയാണ്. സർക്കാർ പറഞ്ഞിട്ടും കേട്ടില്ല. മെഡിക്കൽ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന സമീപനമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലാണ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി യോഗ്യതയില്ലാത്ത ആളുകൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ അവിടെ നിയമനം നൽകിയത് എന്നുള്ള വാർത്തയാണ് ഇന്ന് കേരള കൗമുദി അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളത്തിൽ മറ്റൊരു വാർത്ത പറയുന്നു. അത് മാർക്ക് ഏകീകരണ ഫോർമുല പിശകുകളെ പർവ്വതീകരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അത്യപൂർവമായി ചില പിഴവുകൾ ഉണ്ടായേക്കാമെന്ന് PSC. നിയമന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പിശകുകൾ പർവ്വതീകരിക്കുകയാണെന്ന വിശദീകരണവുമായി PSC. ആയിരക്കണക്കിന് തസ്തികകളിലേക്ക് വിപുലമായ നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ചില പിഴവുകൾ ഉണ്ടായേക്കാമെന്നാണ് മംഗളം പത്രത്തിൽ പറയുന്ന വാർത്തയിൽ PSC ഉദ്ധരിച്ചുകൊണ്ട് മംഗളം ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്.